ഞാൻ പറയട്ടെ, 80-81 EK നയനാർ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു താങ്കൾ. CPM പോലൊരു പാർട്ടി താങ്കൾക്കറിയാലോ, ധനവകുപ്പൊന്നും അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവരവരുടെ ആശയങ്ങൾ നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വകുപ്പാണ് ധനവകുപ്പ്. അന്ന് ശ്രീ KM മാണിക്ക് ധനവകുപ്പ് ഇടതുപക്ഷം വിട്ടു തന്നു. വലിയൊരു വിശ്വാസമല്ലേ മാണി സാറിനോട് ഇടതുപക്ഷം വന്ന് കാണിച്ചു? ഇടതുപക്ഷം അന്ന് AK ആന്റണി ഉണ്ടായിരുന്നല്ലോ. AK ആന്റണി, ഉമ്മൻചാണ്ടി ഒക്കെ ഞങ്ങൾ ഇടതുപക്ഷമായിട്ട് സഹകരിച്ചിട്ടുണ്ടല്ലോ. ചില കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരു മുന്നണി ചേരും, ആ മുന്നണി നമ്മുടെ വിശ്വാസം അനുസരിച്ച് പോകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ വിരിയും. ഞാൻ ഉദാഹരണം പറഞ്ഞത്, ധനവകുപ്പ് പോലൊരു സുപ്രധാന വകുപ്പ് മാണിസാറിന് നൽകുന്നത് വഴി ഇടതുപക്ഷം മാണിസാറിനോട് വലിയ വിശ്വാസമെന്ന് കാണിച്ചിട്ടുണ്ട്. അത് എന്നോട് എല്ലാവരും ആ വിശ്വാസം കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് ധനകാര്യ വകുപ്പ് മാറ്റിയുള്ളൂ, അതിന് ചരിത്രം വേറെയാണ്. ബാക്കി ഞാൻ മന്ത്രിയായിരിക്കുന്നതിൽ ഏറെക്കാലവും ഞാൻ ധനകാര്യമന്ത്രിയാണല്ലോ. 11 ബഡ്ജറ്റ് കഴിഞ്ഞില്ലേ? ഇനി അവതരിപ്പിക്കാൻ ദൈവം അനുവദിക്കുന്നു എങ്കിൽ 12ാമത് ബഡ്ജറ്റാണ്. അതുകൊണ്ട് ഇടതുപക്ഷം എന്നോട് കാണിച്ച ഒരാഭിമുഖ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹമാണ്, അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ അടുപ്പമാണ്, അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ തമ്മിൽ സഹവാസമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് വിദൂരമായ ആർഗ്യുമെൻറ്റ്സ് അതൊക്കെ. ശരി മാണി സാറേ, അന്ന് നായനാർ മന്ത്രിസഭയിൽ താങ്കൾ തൃപ്തനായിരുന്നു. പിന്നീട് കരുണാകരൻ 22 സീറ്റുകൾ ഓഫർ ചെയ്യുന്നു കേരള കോൺഗ്രസിന്. അന്ന് അതിൽ വിശ്വാസമില്ലാഞ്ഞിട്ട് മാണി സാറിൻ്റെ പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് കത്ത് കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. GK മൂപ്പനാർ കത്ത് നൽകുന്നു. അന്നും മാണി സാറിന് അവിശ്വാസമുണ്ടായിരുന്നത് കോൺഗ്രസിനോടാണ്. അന്ന് ഞങ്ങൾ മുന്നണിയിൽ നിന്നും പോരുന്നത് നിയമസമാധാന തകർച്ച കൊണ്ടാണ്. നിയമസമാധാന തകർച്ചയിലെ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കും. നിയമസമാധാന തകർച്ച സഹിക്കാൻ മേല. അതല്ലേ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും. ഈ 22 സീറ്റ് ഒരു പ്രലോഭനമായിരുന്നു. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും രക്ഷയില്ല. AK ആന്റണി ആദ്യമേ സലാം പറഞ്ഞു. കോൺഗ്രസിൻ്റെ യോഗം കൂടുന്നു, അവർ പിരിയുന്നു. ഞങ്ങളുടെ യോഗം കൂടുന്നു, ഞങ്ങളും പിരിയുന്നു. ഞാൻ കൻ്റോൺമെൻറ്റ് ഹൗസിൽ ചെന്ന് ഞാൻ അത്രയും സത്യസന്ധത കാണിച്ചൊരു വ്യക്തിയാണ്. നയനാരോട് പറഞ്ഞു. പിന്നെ നയനാരാതിൻ്റെ ബുദ്ധി പ്രയോഗിക്കേണ്ടത് ഞാനല്ല, നയനാരാണ് പ്രയോഗിക്കേണ്ടത്. ഞാൻ ചെന്ന് നയനാരോട് പറഞ്ഞു, മിസ് നയനാർ, ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ കോൺഗ്രസ് പിരിയുന്നു എന്നുള്ള വാർത്ത TV കാണുന്നു, ഇതാ അവർ ചർച്ച ചെയ്യുന്നു, ബന്ധം പിരിയുന്നു, ഞങ്ങളുടെ യോഗം കൂടുക. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായങ്ങൾ മൗണ്ട് ചെയ്യുകയാണ് ഈ ഗവൺമെൻറ്റിനെതിരെ, വിട്ടുപോകണം എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഏത് രീതിയിൽ വരുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാനൊരു മുന്നറിയിപ്പ് നൽകുന്നു എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് വലിയ പ്രയാസത്തിലാണ് യോജിച്ചു പോകാൻ, സഹകരിച്ചു പോകാൻ. അപ്പോൾ അത് റീഡ് ചെയ്യണ്ടേ നയനാർ റീഡ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഗോൺ ടു ഗവർണർ നിയമസഭ പിരിച്ചുവിടാൻ വേണ്ടി പറയുമായിരുന്നു. പക്ഷേ എൻ്റെ സത്യസന്ധത കൊണ്ട് ഞാൻ അത്രയും ഇൻഡിക്കേഷൻ കൊടുത്തു. പക്ഷേ ഞാനെന്തിനാ പറയുന്നത് നിയമസഭ പിരിച്ചുവിടുന്ന എൻ്റെ താല്പര്യത്തിന് വിപരീതമായിട്ട് ഞാൻ പറയണോ? അത് പറയാൻ പറ്റിയല്ലോ. മാണി സാറേ, അന്ന് ഇത് ശരിയാണ്. മാണി സാറേ, അന്ന് മൂപ്പനാർ എഴുതി തന്ന കത്തിൽ 22 സീറ്റ് ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ 17 സീറ്റ് കിട്ടിയിട്ടുള്ളൂ. മാണി സാറേ, അപ്പോഴും വിശ്വാസം. വേറൊരു കാര്യം, വിശ്വാസക്കുറവല്ലല്ലോ. നമ്മളോടൊരാൾ പറയാ 22 സീറ്റ് തരാമെന്ന് പറഞ്ഞു. ശരി, കോൺഗ്രസ് തന്നില്ല. ഞങ്ങൾക്ക് അത്രയും അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിനോടുണ്ട്. കോൺഗ്രസ് എല്ലാം പറയുന്നത് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നുണ്ടോ? ഇല്ല. കോൺഗ്രസിൽ നിന്നും ഞങ്ങളുടെ പല ഡിമാൻഡുകളും സാധിച്ചു കിട്ടേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ട് വളരെ ചില ഡിഫറൻസുകളൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പോഴും അത് തുടരുന്നുണ്ടല്ലോ മാണി സാർ. ഇപ്പം UPA സർക്കാർ വന്നപ്പം കേരള കോൺഗ്രസിന് മന്ത്രിക്ക് അവകാശവാദം ഉണ്ടായിരുന്നു. K മാണി മന്ത്രി ആയില്ല. എന്തായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്? പുതുമുഖങ്ങൾക്ക് മന്ത്രിസഭയിൽ പ്രവേശനം കൊടുക്കില്ല എന്ന് പറഞ്ഞു. ശശി തരൂരും KC വേണുഗോപാലും മന്ത്രിമാരായി അവർ പുതുമുഖങ്ങളാണ് പാർലമെന്റിൽ. പിന്നീട് പറഞ്ഞു ഒരു അംഗം മാത്രമുള്ള പാർട്ടിക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ പാർട്ടിക്ക് 2 അംഗങ്ങളുണ്ട്, എന്നിട്ടും മന്ത്രിസഭയിൽ കിട്ടിയില്ല. ഏറ്റവും ഒടുവിൽ എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കൊടുക്കാൻ തീരുമാനിച്ച സമയത്തും മാണി സാറിൻ്റെ പാർട്ടിയും വഞ്ചിക്കപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് ഇതിനെ ശക്തമായി എതിർക്കുന്നത് എന്ന കാര്യം മാണി സാറിന് അറിയാം, എല്ലാവർക്കും അറിയാം. വഞ്ചന തുടരുകയാണ്. കോൺഗ്രസിന് ഞങ്ങളോട് ഉള്ള ആ സമീപനം ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഞങ്ങളോട് നീതി ചെയ്തില്ല, കോൺഗ്രസ് അത് ഞങ്ങളോട് നീതി ചെയ്തില്ല എന്നുള്ള ദൃഢമായ അഭിപ്രായമുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് എൻ്റെ വിഷമിരിക്കുന്നത്. ഞങ്ങൾക്ക് സമാന പാർട്ടികൾക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ബർത്ത് കൊടുത്ത സ്ഥിതിക്ക് കേരള കോൺഗ്രസിനെ പരിഗണിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ഇന്നും ആ ക്ലെയിം നിലനിൽക്കുകയാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, അത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വമാണ് അതിന് പാരവെച്ചുകൊണ്ടിരിക്കുന്നത്. ആരാന്നുള്ള വാക്കൊന്നും ഞാൻ ചേർക്കുന്നില്ല. കോൺഗ്രസ് ഞങ്ങളോട് നീതി പ്രവർത്തിക്കുകയുണ്ടായില്ല. അതിന്നും എന്താ പറയുന്നത്, എന്താ കുഴപ്പം? മാണി സാറേ, ഒരു മുന്നണിയോ ഒരു സർക്കാരോ ഒരു പ്രതിസന്ധിയിൽ വന്നാൽ നേതൃമാറ്റം അനിവാര്യമായി വരും. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെ വളരെ പരസ്യമായി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഉമ്മൻചാണ്ടിയെ മാത്രമേ പിന്തുണയ്ക്കൂ എന്നൊരു നിലപാട് മുസ്ലിം ലീഗിനില്ല എന്ന്.
ഇതുപോലെ വളരെ ബോൾഡായ ഒരു നിലപാട് എന്തുകൊണ്ട് കെ എം മാണി എടുക്കുന്നില്ല? ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നൊരു ആശങ്ക മാണി സാറിനുണ്ട്. മുസ്ലിം ലീഗ് പറയുന്ന ഭാഷയിൽ തന്നെ ഞാൻ പറയണമെന്നുണ്ടോ? ആ വാക്ക് തന്നെ ഞാൻ പ്രയോഗിക്കണമെന്നുണ്ടോ? കാലാകാലങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നയാളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു മുന്നണിയാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ ഈ മന്ത്രിസഭയെ ആര് നയിക്കണം എന്ന് മുഖ്യകക്ഷി കോൺഗ്രസ്സാണ്. മുഖ്യകക്ഷി കോൺഗ്രസ് ഹൈക്കമാൻഡ് അല്ലേ അവരുടെ നേതാവ് ആരാണ്? തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട മൂന്നാം കക്ഷിയാണ്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രപ്പോസ് ചെയ്യുന്ന ആളുകളെ, ഉമ്മൻചാണ്ടി വാസ് പ്രപ്പോസ്ഡ് ബൈ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആൻഡ് ഇറ്റ് വാസ് അക്നോളജ്ഡ് ബൈ ദി അതർ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടീസ്. ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കും. ഞങ്ങൾ ആ മുന്നണിയിലുള്ളിടത്തോളം കാലം, കോൺഗ്രസ് പാർട്ടി ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നിടത്തോളം കാലം, ഞങ്ങൾ ആ മുന്നണിയിലുള്ളിടത്തോളം കാലം കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നയാളെ ഞങ്ങൾ സ്വീകരിക്കും. അല്ല, അപ്പം മുന്നണിയിലെ ഘടകകക്ഷികളായിട്ടുള്ള പ്രമുഖ ഘടകകക്ഷികൾക്ക് മുന്നണിയുടെ പ്രതിച്ഛായയെ, സർക്കാരിൻ്റെ പ്രതിച്ഛായയെ സംബന്ധിച്ചൊരു ഉത്തരവാദിത്വമില്ലേ? അതാണ് ഉത്തരവാദിത്വം ഉണ്ട്. അതിന് പ്രതിച്ഛായയെ സംബന്ധിച്ച് ഇവിടെ ചർച്ചയില്ലല്ലോ. പ്രതിച്ഛായ വേണമല്ലോ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന്. ഈ സർക്കാരിന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ? തെറ്റുകൾ തിരുത്തേണ്ടതുണ്ടോ? ഈ സർക്കാരിന് വീഴ്ചകളില്ലെന്ന് എനിക്ക് പറയാനായിട്ട് പോകും. ഈ സർക്കാരിന് കുറേ വീഴ്ചകളുണ്ട്, പരിമിതികളുണ്ട്. ആ പരിമിതികൾ പരിഹരിക്കണം. വീഴ്ചകൾ ഉണ്ടാകാൻ പാടില്ല. അതല്ലേ ഡെമോക്രസി എന്ന് പറയുന്നത്. വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക, വീഴ്ചകൾ വരാതിരിക്കുക, വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്തുക. അത് ഡെമോക്രാറ്റിക് പ്രോസസ് അല്ലേ? ഈ മാണി സാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എയിൽ നിന്ന് A+ലേക്ക് വരണം, ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കണം എന്ന് മാണി സാർ പറയുമ്പം എന്ത് പോരായ്മയാണ് പരിഹരിക്കപ്പെടണമെന്ന് മാണി സാർ ഉദ്ദേശിക്കുന്നത്? പോരായ്മകളെല്ലാം ഞാൻ ഇങ്ങനെ മീഡിയയുടെ മുമ്പിൽ വന്ന് ഇൻറ്റേർണലായിട്ട് ഞങ്ങൾക്ക്, അതായത് ചില കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യം, ഈ രാഷ്ട്രീയത്തിലേക്ക് ഒരു ഡിസിപ്ലിനുണ്ട്. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്, UDF-ൽ പറയേണ്ട കാര്യമുണ്ട്, മന്ത്രിസഭയിൽ പറയേണ്ട കാര്യമെല്ലാം പുറത്ത് പറയാനായിട്ട്, മന്ത്രിസഭയിൽ പറയണ്ടെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ മീഡിയയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ പരിമിതികളെല്ലാം എനിക്ക് പറയാനായിട്ട് നോക്കുമോ? പരിമിതിയുണ്ട്. ആ പരിമിതികളൊക്കെ പറയേണ്ട ഫോറങ്ങളിൽ കേരള കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്, ഞാൻ ഇനിയും ഉന്നയിക്കും. ശരി, ഈ സോളാർ വിവാദത്തിന് മുമ്പുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ, അതിന് ശേഷമുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ, ഇത് വിലയിരുത്തിയാൽ ഒന്നാം ഘട്ടത്തിലെ പ്രതിച്ഛായ ഈ സോളാർ വിവാദത്തിന് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുണ്ട് എന്ന് മാണി സാർ പറയുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിച്ഛായയ്ക്ക് ഞാനൊരു മാറ്റവും കാണുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് എന്താ, ഉമ്മൻചാണ്ടി അതിന് മുമ്പുള്ള ഉമ്മൻചാണ്ടിയും അതിന് ശേഷമുള്ള ഉമ്മൻചാണ്ടി ഒന്നു തന്നെ. മാണി സാറേ, ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഴുവൻ ഒരു വലിയ തട്ടിപ്പിൻ്റെ സംശയത്തിന് നിഴലിലായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഒരു പ്രതിച്ഛായ പ്രശ്നം അനുഭവിക്കുന്നില്ല, ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ മികച്ചതാണ് എന്ന് വിലയിരുത്തലാണോ മാണി സാർ? അങ്ങനെ നിഗമനമല്ലേ? അത് എൻ്റെ അഭിപ്രായമല്ലത്. നിങ്ങളിങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു. അങ്ങനെ ഇത് മുഴുവൻ സംശയത്തിൻ്റെ നിഴലിലാണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നത്. ഹൂ സെഡ് ദാറ്റ്? യഥാർത്ഥ ഫാക്റ്റ് എന്താണ്? നമ്മളെപ്പോഴും വസ്തുതാപരമായി കാര്യങ്ങളെ കാണണം. അത് ഫാക്റ്റുമായിട്ട് അതിന് ബന്ധമില്ലല്ലോ. പാം ഓയിലിൻ കേസിൻ്റെ പ്രശ്നത്തിൽ വിജിലൻസ് കോടതിയുടെ ഒരു പരാമർശം വന്നപ്പോൾ രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചയാളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം അന്നത്തെ ദൃശ്യങ്ങളിൽ നിങ്ങളെല്ലാവരും വളരെ വേഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നു, രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും മാണി സാറും ഒക്കെ എത്തുന്നു, അകത്ത് ചർച്ചകൾ നടക്കുന്നു, ഈ രാജിയിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നൊക്കെയാണ് പിന്നീട് കേട്ടറിഞ്ഞത്. ആ ഒരു പരാമർശത്തിൻ്റെ പേരിൽ രാജിവെക്കാൻ സന്നദ്ധത കാണിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി ജോപ്പൻ, പേഴ്സണൽ സ്റ്റാഫ് ജിക്കുമോൻ ജേക്കബ്, ഗൺമാൻ സലീം രാജ്, ഇവരൊക്കെ ചേർന്നൊരു വലിയ തട്ടിപ്പ് നടത്തിയപ്പോൾ ഞാൻ അധികാരം വിട്ടൊഴിയുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏതാണ് രാഷ്ട്രീയ കാപട്യം? ഇപ്പോൾ ഉമ്മൻചാണ്ടി കാണിക്കുന്നതാണോ അതോ പാം ഓയിൽ കേസിൻ്റെ സമയത്ത് ഒരു പരാമർശത്തിൻ്റെ പേരിൽ രാജിവെക്കാൻ സന്നദ്ധത കാപട്യമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊക്കെ തൻ്റെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിൽ മര്യാദകേട് കാണിച്ചു. അതിന് ഞാനെന്താ ചെയ്യുന്നത്? അവർ പുറത്ത്, പുകഞ്ഞ പുള്ളി പുറത്ത്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫിലെ ഒരാൾ നാളെ ഒരു ക്രിമിനൽ കേസിൽ പെടുക, ഒരു കത്തിക്കുത്തിപ്പെടുക, അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കത്തിക്കുത്തിപ്പെടുക, പേഴ്സണൽ സ്റ്റാഫ് വഴി വെച്ചൊരു വഴക്കുണ്ടായി. ഞാനവനെ അത് കണ്ടാൽ ഉടനെ കേട്ടാൽ ഉടനെ മാറ്റും, ഡിസ്മിസ് ചെയ്യും. അതിന് പകരം ഞാൻ രാജിവെച്ച് പോകും. ഇതത്ര നിസ്സാരമായ ഒരു തട്ടിപ്പ് കേസാണോ മാണി സാറേ? കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുഴുവൻ സംശയത്തിലാകുന്നു, ഒരാൾ അറസ്റ്റിലാകുന്നു, രണ്ടുപേർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ഇപ്പം ജോപ്പൻ്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് പല താപ്പാനകളും പുറത്ത് കറങ്ങി നടക്കുകയാണ്, സലീം രാജും ജിക്കുമോനും ഒക്കെ സുഖകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നടപടികൾ നീങ്ങുന്നു. കൂടുതൽ തെളിവുകളും കൂടുതൽ സ്ഥിതിവിശേഷങ്ങളും വരികയും ഉമ്മൻചാണ്ടിക്ക് അത് ബന്ധമുണ്ടെന്ന് കാണുകയും ചെയ്യുകയാണെങ്കിലല്ല കുഴപ്പമുള്ളൂ. നാളിതുവരെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിക്ക് ഇതുമായിട്ട് ഡയറക്റ്റായിട്ട് ഒരു ബന്ധവും ഒരു നെക്സസും ഉമ്മൻചാണ്ടിക്കുള്ളതായിട്ട്
തെളിവില്ല, തെളിയപ്പെട്ടിട്ടില്ല. കാരുണ്യ ലോട്ടറിയുടെ ഭാഗമായിട്ട് മാണി സാറ് കളക്ട് ചെയ്തിട്ടുള്ള പൈസ 160 കോടി രൂപയുടെ സഹായമാണ് പാവപ്പെട്ട ആളുകൾക്ക് മാണി സാർ നടപ്പാക്കി കൊടുത്തത്. മാണി സാറിൻ്റെ ക്യാബിനിൽ ഇരുന്ന് ചെയ്തൊരു കാര്യമാണിത്. ഒരു ജനസമ്പർക്ക പരിപാടിയും നടത്താതെയാണ് KM മാണി എന്ന ധനമന്ത്രി ഈ 160 കോടി രൂപയുടെ സഹായം പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുത്തത്. മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി വലിയ തോതിൽ നടത്തി, അദ്ദേഹത്തിന് UN അവാർഡും ഒക്കെ കിട്ടി. ചില ആളുകളുടെ പട്ടയം ശരിയാക്കി കൊടുക്കും, 500 രൂപ മുതൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയുടെ സഹായമൊക്കെ കൊടുക്കും. അതിനേക്കാളും വലിയ മാതൃകയാണ് മാണി സാർ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ മാണി സാറിൻ്റെതല്ലേ അഭികാമ്യമായ മാതൃക ഇക്കാര്യത്തിൽ? ഇത് പണ്ടൊരാൾ പറഞ്ഞാൽ ഞാനാണ് എന്നെപ്പറ്റി വിധി എഴുതേണ്ടത്. എന്നെ വിലയിരുത്തേണ്ടത് ജനങ്ങളല്ലേ. അപ്പം ജനങ്ങൾ വിലയിരുത്തണ്ടല്ല, അപ്പം ഞാനെന്താ ഇതിനെപ്പറ്റി പറയുന്നത്? ജനങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയെയും എന്നെയൊക്കെ വിലയിരുത്താൻ ജനങ്ങൾക്ക് കഴിവുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തും. അല്ല, എന്താണെന്നറിയോ, ഈ ഉമ്മൻചാണ്ടി എപ്പോഴും ജനക്കൂട്ടത്തിന് ഇടയിൽ നിൽക്കുന്നൊരു നേതാവ് ആണ്. അങ്ങനെ ഒരു പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ഈ പല ക്രിമിനലുകളും അദ്ദേഹത്തെ വന്ന് കാണുന്നത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ജനസമ്പർക്കം, ജനസേവ നടത്താൻ അത്രയധികം അനിവാര്യമാണോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, ആൾക്കൂട്ടത്തെ കണ്ടൊന്നും ആരും നേതാവാകും എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന്. താങ്കളുടെ ക്യാബിനിൽ നിന്നിട്ടാണ് ഈ 160 കോടി രൂപയുടെ സഹായം നടത്തിയത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വിപുലമായ ആൾക്കൂട്ടത്തിനകത്തുള്ള നിൽപ്പാണ്. ഏത് മാതൃകയാണ് നല്ലതെന്നാണ് എൻ്റെ ചോദ്യം. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കുള്ള മറുപടിയാണ്, സ്വന്തം വിലയിരുത്തൽ വേണ്ട. ഇപ്പം ഞാൻ കാരുണ്യമുണ്ട് 15,000 പേർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അതൊരു ഒരു പദ്ധതിയുടെ ഒരു മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നല്ല പരിപാടിയില്ല. ജനങ്ങളെ കാണുന്നു, ജനങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നു. അതിൽ ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നീതി നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അത് വേറൊരു മാർഗം. പല മാർഗങ്ങളല്ലേ, പല രീതികളല്ലേ.